നീ ഇത് അപ്പച്ചനോട്, എന്നിട്ട് അമ്മച്ചിയുടെ അടുത്തിരിക്കുന്ന ആ കോപ്പ ഇങ്ങോട്ട് എടുത്തോണ്ട് പോരെ. അപ്പച്ച, കാപ്പി. മോളെ മേരി, എന്താണ് അപ്പച്ച? അടുത്ത് വാ. എന്താണ് ഇവിടെ ഒരു മണം? ആ, എനിക്കറിയാമില്ല അപ്പച്ച. അറിയാമല്ലേ, നീ വന്നപ്പോഴാണല്ലോ മണക്കുന്നത്. പറഞ്ഞതുപോലെ എനിക്കും വന്നല്ലോ ഒരു മണം. എന്നാടി ഇത്? എനിക്കറിയാമില്ല അമ്മച്ചി. ആ, ചിലപ്പോ ഈ പൂവിന്റെ മണമായിരിക്കും. പൂവിന്റെ മണം? നീ എന്നു മുതലാടി പൂ ചൂടാൻ തുടങ്ങിയത്? നീ എന്നതാടി ഈ തലയിൽ പരട്ടിയിരിക്കണത്? ചോദിച്ച കേട്ടില്ലേടി, എന്നിട്ട് നാക്ക് താന്നു പോയ. എന്നാടി? അമ്മണി ഏതാണ്ട് എന്റെ തലയിൽ കൊണ്ടുവന്ന് പരട്ടിയതാ. അമ്മണി? അമ്മണി, അമ്മണി, നീ എന്നതാടി അവളുടെ തലയിൽ പരട്ടിയത്? സെന്റോ? എവിടെന്ന്? എവിടെയത്? എന്നിട്ട് നീ അത് എന്നെ കാണിച്ച? എന്താണ് നിന്റെ വായില്? അതാര് തന്നടി? മുട്ടായിന്നോടി അമ്മണിക്കൊച്ചേ. അത് പോയി കിടക്കുന്നുണ്ടോ? കേട്ട് തള്ള, മുട്ടായുടെ ശബ്ദം കേട്ട് ഓടി വന്നിരിക്കുന്നു. കറി എന്നു മുതലാണ് പെൺപിള്ളേർക്ക് മുട്ടായും സെന്റ് വാങ്ങിച്ചു കൊടുക്കാൻ തുടങ്ങിയെന്ന് അറിയണമല്ല. എന്താ തോന്നുന്നു? നീ ഇങ്ങോട്ടൊന്ന് വാ. നീ അമ്മണിക്ക് മുട്ടായി സെന്റ് കൊടുത്തു? വീട്ടിൽ വന്നപ്പോ ഞാൻ 2 മുട്ടായി കൊടുത്ത നേരാണ്. സെന്റ് കൊടുത്തില്ലായിരുന്നോ? ഇല്ല തോമച്ചേട്ടാ, സെന്റ് ഞാൻ കൊടുത്തില്ല. എടി അമ്മണി, അമ്മണി! പോട്ടെ തോമച്ചേട്ടാ, കൊച്ചുകുട്ടിയല്ലേ, അറിയാതെ വല്ലതും. പോട്ടെ മോളെ, മോടപ്പച്ചനല്ലയോ തല്ലിയത്. പോട്ടെ, ഈ കൊച്ചിനെ കള്ളം പറഞ്ഞു പഠിച്ചിട്ടല്ലയോ നിനക്ക് തല്ല് കൊള്ളുന്നത്. അവനിഞ്ഞ് വരട്ടെ, അമ്മൂമ്മ നല്ലടി കൊടുക്കാം. നല്ലടി കൊടുക്കണം, കൊടുക്കാം. മോള് കൊച്ചിലെ കള്ളം പറഞ്ഞു പഠിക്കല്ലേ. കള്ളം പറയില്ല. പോട്ടെ, കരയാതെ. നേരം വെളുത്തപ്പം മുതലേ ഞാൻ ഈ പെട്ടും തൂക്കി ഇവിടെ നിൽക്കുകയായിരുന്നു. എനിക്കറിയായിരുന്നു വെള്ളം കോരാൻ മേരി ഇതുവഴി വരുമെന്ന്. ഇന്നലെ രാത്രിയില് ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഞാനും ഉറങ്ങിയില്ല. എന്നിട്ടും എന്താ വരാതിരുന്നേ? ഞാൻ അടുത്തില്ലെങ്കിൽ അമ്മയെ നിലവിളിക്കും. അന്നേരം അപ്പച്ചനോ മറ്റോ ഉണരും. ഏതായാലും ഇപ്പോഴെങ്കിലും വന്നല്ലോ, എനിക്ക് സന്തോഷമായി. ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന ആരെങ്കിലും കണ്ടാൽ അപ്പച്ചനോട് പറഞ്ഞു കൊടുക്കും. ഞാൻ പോട്ടെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മേരിക്ക് എന്നോട് സ്നേഹമുണ്ടോ? സ്നേഹമുണ്ടോ മേരി? എന്നെ കല്യാണം ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പച്ചനോട് ചോദിക്കാതെ. അപ്പച്ചനോട് ഞാൻ ചോദിച്ചോളാം. മേരിക്ക് ഇഷ്ടമാണ്? ഇഷ്ടമാണോ മേരി? ഇഷ്ടമാണ്. എത്ര നാള് വേണമെങ്കിലും എനിക്ക് വേണ്ടി കാത്തു നിൽക്കാം. ബാങ്കിൽ കുറച്ച് പണം ഇട്ടിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് നാട്ടിൻപുറത്തെങ്ങാനും ഒരു വീട് വാങ്ങണം. കല്യാണം കഴിഞ്ഞാല് ഈ പുറമ്പോക്ക് വിടണം കേട്ടോ. എന്നാ ഇനി മേരി പൊയ്ക്കോളൂ. ആ പിന്നെ ഞാൻ കൊണ്ടുവന്ന സാരിയും മാലയും ഒക്കെ മേരിക്കുള്ളതാണ്. അതെല്ലാം മേരി എടുത്തിട്ടുണ്ട്. എന്റെ ചെറുക്കം വന്നു കേട്ടാ. കർത്താവേ, ഇതാന്ന് പറയുന്നതിന് മുമ്പ് വന്നു കഴിഞ്ഞാൽ കല്യാണക്കാരിയും ഞങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്.
പെണ്ണിനെ ഒന്ന് കാണണമെന്ന് പറയുന്നു. പെണ്ണെവിടെ? അവള് വെള്ളം കോരം പോയിരിക്കാണ്. അയ്യോ, വേഗം ഒന്ന് വിളിച്ചോണ്ട് വന്നു ചൊവ്വേരം ഒന്ന് ഒരുക്കി തീർത്ത്. ഞാൻ ഇപ്പൊ വന്നേക്കാം. ആവട്ടെ ചേട്ടത്തി. അവളെ ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് വന്നേ. മേരി ഇങ്ങോട്ട് വരൂ. മേരി ഇങ്ങോട്ട് വരൂ. ഒരു കാര്യം പറയട്ടെ മേരി, അവിടെ ഇങ്ങ് ആരുമില്ലെന്നേ. ഉടനെ പോകാം മേരി, ഇങ്ങ് വരൂ. ഞാനേ വീട്ടിലേക്ക് വരുമായിരുന്നു. എന്താ? അമ്മച്ചി ചേച്ചിയോട് വേഗം വരാൻ പറഞ്ഞു. മത്തായിക്കുട്ടി അങ്ങോട്ട് ചെല്ല്. ആ, അതിന് നീ എന്തിനാ എന്നെ നോക്കുന്നത്? അങ്ങോട്ട് ചെല്ല്. പിന്നെ രണ്ടുപേർക്കും ചോദിക്കാനോ പറയാനോ പിടിക്കാനോ വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ ഉടനെ ആയിക്കോണം. പിന്നെ ഞങ്ങളെ കുറ്റം പറഞ്ഞൊന്നും വരരുത്. അതെ അതെ. സർദിച്ചെടുത്ത് ഇങ്ങോട്ട് പോരുന്നേ. ആ പിള്ളേര് വർത്താനം പറഞ്ഞോട്ടെ. പേരെനിക്കറിയാം, മേരിക്കുട്ടി. ഇങ്ങോട്ട് വരും മേരി, വരൂ. മേരിക്കുട്ടിക്ക് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ലേ? ഞാൻ പട്ടാളക്കാരനാണെന്ന് മേരിക്കുട്ടിക്ക് അറിയാമല്ലോ. ഞാൻ മേരിക്കുട്ടിയെ കല്യാണം കഴിക്കുന്നത് മേരിക്കുട്ടിക്ക് ഇഷ്ടമല്ലേ? എനിക്ക് ഇപ്പോൾ തന്നെ മേരിക്കുട്ടിയെ എന്നോടൊന്നിച്ച് കൊണ്ടുപോയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ കല്യാണം കഴിയാതെ കൊണ്ടുപോയാൽ ഇവരെല്ലാവരും കൂടി എന്നെ തല്ലില്ലേ? മേരിക്കുട്ടി ഇതുവരെ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഇത്രയും നേരം എന്റെ മുന്നിൽ നിന്നില്ലേ? അതിന് സമ്മാനം ഇരിക്കട്ടെ. കറിയായോ? മേരിക്കുട്ടി, എന്നോടിത് വേണ്ടായിരുന്നു. ഞാൻ പോവാണ്. ഞാൻ ഈ നാട്ടിൽ തന്നെ പോവാണ്. ഓഹോ, ഇത് ഞാൻ അറിഞ്ഞിരുന്നില്ല. നമുക്ക് പോകാം അമ്മച്ചി. എന്താ മോനെ? എല്ലാം വീട്ടിൽ ചെന്നിട്ട് പറയാം. എന്താടാ? എന്റെ മാതാവേ, അങ്ങനെ പോയാൽ പറ്റില്ലല്ലോ. സംഗതി എന്താണെന്ന് അറിയട്ടെ. കാര്യം എന്താണെന്ന് അറിയില്ലല്ലോ അമ്മച്ചി. മോളെ മേരിക്കുട്ടി, എന്താണ് ഈ മത്തായിക്കുട്ടി പിണങ്ങിപ്പോയത്? എടി, എന്താണ് ഉണ്ടായതെന്ന്? കറിയാച്ചേട്ടൻ നോക്കി വെച്ച് പോയി. വല്ലവന്റെ മാലയും തുണിയൊക്കെ മേടിച്ചു കൊടടി മോക്ക് കൊമ്പത്ത് തന്നെ കെട്ടിച്ചു വിടാം. അതിന് ആ പെണ്ണ് എന്ത് ചെയ്തെന്നാണ് നീ പറയുന്നത്? എന്ത് ചെയ്തെന്നോ? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് കേട്ടോ. ഒരുത്തൻ പെണ്ണ് കാണാൻ ചെന്നപ്പം ഒരുത്തൻ കണ്ടേച്ച് നിൽക്കുന്നു. പെടക്കോഴി കൂവാതടി, അവൻ കണ്ടേച്ച് പോയല്ലേ ഉള്ളൂ. അതിന് ആ പെണ്ണെന്ത് വിളിച്ചു? നിന്നെ തന്നെ എത്ര പേര് വന്ന് കണ്ടു വേണ്ടാന്ന് പറഞ്ഞ് പോയതിനു ശേഷം ഞാൻ കെട്ടി തലയെ വെച്ചുകൊണ്ട് പോകുന്നത്. ഇത് അതുപോലാണോ? പിന്നെ കറിയായും ആ പെണ്ണുമായിട്ട് സ്നേഹമാണെന്ന്. ഓടി ചൂലേ. എടി, സ്നേഹമാണെങ്കിൽ മത്തായിക്കുട്ടിയെ കെട്ടിക്കോളാന്ന് പറഞ്ഞ് ആ പെണ്ണ് വന്ന് നിൽക്കും. സ്നേഹമാണെന്ന് കറിയാ പറഞ്ഞുകൊണ്ടായിരിക്കും. അതിന് ആ പെണ്ണ് ഇത് വല്ലതും അറിയുന്നുണ്ടോ? അപ്പൊ ആ പെണ്ണിതൊന്നും അറിയുന്നില്ലെന്നാണ് നിങ്ങൾ പറയുന്നേ? അല്ലേ എടി, ഇത് നാട്ടു നടപ്പാ. കണ്ടാ കൊള്ളാവുന്ന പെൺപിള്ളേരുണ്ടെങ്കിൽ സ്നേഹമാണെന്ന് പറഞ്ഞ് പൂണുകാലന്മാര് കുറെ പിന്നാലെ നടക്കും. അതിന് ആ പെൺപിള്ളേർ എന്ത് വിളിച്ചെന്നാ? അല്ലെങ്കിൽ നീ തന്നെ പറ മത്തായിക്കുട്ടി, നിന്റെ അഭിപ്രായം എന്താണ്? അതല്ല അപ്പച്ചൻ തന്നെ തീരുമാനിച്ചു. എന്റെ മത്തായിക്കുട്ടി, നീ പഴം പുടിക്കുക പോലത്തെ വർത്താനം പറയല്ലേ? നീ എന്താടി ഇങ്ങനെ നിക്കണേ? നിന്റെ നിപ്പുണ്ട് അവിടെ ആരാണ്ട് ചത്തെന്ന് തോന്നുന്നല്ലാടി. ഇനിയും വല്ല ആൺപിള്ളേരും വല്ലതും ഒക്കെ കൊണ്ടുവന്നാ മേടിച്ചു കൊടടി നോക്ക്. കൊമ്പത്ത് തന്നെ കെട്ടിക്കാം. അമ്മച്ചി ഒന്ന് വായ നാകിട്ട് അടിക്കാണ്ടിരിക്കണണ്ട. മാനവീയരായ നന്ദി വേണമടി.
ആ കറിയാ ചെറുക്കൻ ഇച്ചിരി കറപ്പ് കൊണ്ട് തന്നില്ലായിരുന്നെങ്കിൽ ഞാനിന്ന് ജീവിച്ചിരിക്കുക. അവൻ ഇച്ചിരി മൂട്ടട മരുന്ന് കൊണ്ട് തന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ കട്ടിലിൽ ഇരിക്കാൻ ഒക്കുക. എങ്കിൽ നിങ്ങൾ കെട്ടിക്കോ. ഞാൻ നല്ലപോലെ കെട്ടിയവളാണടി. ഞാൻ കെട്ടുകയും ചെയ്തു, പെറുകയും ചെയ്തു. നിന്റെ മോളെ നീ ഒന്ന് കെട്ടിക്കണത് എനിക്കൊന്ന് കാണണം. ഓ, ഈ ഭവന്താടെ വായിന്ന് വീണത് കേട്ടില്ലേ? എടി, നീ ഇത്തിരി മണ്ണെണ്ണ മേടിച്ചോണ്ട് വാ. കളക്കിൽ എണ്ണയില്ല. നേരെ വീട്ടിൽ തുടങ്ങി. ആ നേരെ വീട്ടാൻ തുടങ്ങുമ്പോ പറഞ്ഞു വിട്ടോടി പുറത്ത്. പിന്നെ മണ്ണെണ്ണ നിങ്ങൾ മേടിച്ചോണ്ട് വരുവാ. അമ്മണി മറിയുടെ കടയിൽ കാണും. അവളെയും വിളിച്ചോണ്ട് പോയാൽ മതി. നിന്റെ അപ്പച്ചൻ വന്നിട്ട് കടയിൽ പോകാനിരുന്നാലേ നീ വിളക്ക് കത്തിക്കലുണ്ടാവില്ല. മേരിക്കുട്ടി, മേരിക്കുട്ടി എവിടെ പോകുന്നു? ഒറ്റയ്ക്ക് സ്ഥലത്തേക്ക് മേരിക്കുട്ടി ഞങ്ങളൊന്ന് ചുമ്മാ വർത്താനം പറയാനാ. ഒന്നും ചെയ്യണ്ട. കർത്താവിനോടുകൂടി സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൻ. എടിയേ അമ്മണി കൊച്ചേ, അവള് വന്നാടി. ആരാണമ്മേ? നിന്റെ മൂത്തതേ. ചേച്ചി വന്നിട്ടില്ല. ആ എന്നാ ഇനി ഇന്ന് നോക്കണ്ട, കാലത്തെ വരുത്തുള്ളായിരിക്കും. നിങ്ങൾക്ക് വേറെ പണിയില്ലേതല്ലേ? ഇങ്ങനത്തെ വേണ്ടാതീനം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് എന്നാത്തിനാണ്? അമ്മച്ചി, 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 ഞാൻ കടയിലോട്ട് പോകുമ്പോ അയക്കോച്ചനും കുഞ്ഞമ്മോ എന്നെ കയറി പിടിച്ചു. അപ്പച്ചൻ ഓടി വന്ന് രണ്ടുപേരെയും കുത്തി അമ്മച്ചാതെ എന്നിട്ട് അപ്പച്ചൻ എന്റെ അടി. അപ്പച്ചൻ അവിടെ നിൽപ്പുണ്ട്. കുത്തോണ്ട് രണ്ടുപേരും അവിടെ കിടപ്പുണ്ട്. അമ്മച്ചി, അപ്പച്ചൻ എന്നെ വീട്ടിലോട്ട് പോകാൻ പറഞ്ഞപ്പോ ഞാൻ ഇങ്ങോട്ട് പോന്നു. എന്റെ കർത്താവേ, എനിക്കൊന്നും കേൾക്കണ്ടേ. ഇനി എന്നതൊക്കെയാണ് നടക്കാൻ പോണെന്ന് എനിക്കറിയാൻ മേലെ. ചേർത്തിയേ, വഴിയിൽ ഏതാണ്ട് വെട്ടാകുത്ത് നടന്നു കേട്ടല്ലോ. ഭാര്യയില് വെട്ടും കുത്തുകൊണ്ടോയെന്ന് പെരയിലോട്ടാണോടാ ഓടിക്കോറി വരണത്? ഒരുപാട് അത് നല്ല കുട്ടി. ഇപ്പൊ ഞാൻ പോയെന്ന് തിരക്കിട്ട് വരാം. എടി മേരി പെണ്ണേ, അവര് നിന്റെ ഈ ചെവിടാടി കയറി പിടിച്ചത് നിനക്ക് വല്ല കേടും പറ്റിയാടി. അമ്മച്ചിക്ക് ഇതൊക്കെയാണ് അറിയേണ്ടത്. അവിടെ കൊല നടന്നിരിക്കുകയാണ്. അറിഞ്ഞതുപോലെ രണ്ടെണ്ണത്തിനെ കൊന്നിട്ട് അവന് എവിടെ പോയാടി? ഇനി വല്ലത്ത് പോയി തൂങ്ങിത്താത്താ. എന്റെ പൊന്നമ്മച്ചി, ഒന്ന് നാം അടക്കിയിരിക്കും. ചേട്ടത്തി, നിങ്ങൾ ആരും വിഷമിക്കണ്ട. സോമാക്കൻ പോലീസ് കച്ചേരിയിലുണ്ട്. പോലീസ് നിങ്ങൾ നിലവിളിക്കാണ്ട് വരുന്നുണ്ടോ? എങ്ങോട്ട് വരാനാ മറിയേ? ഒരു മേരിപ്പണ്ണ, നീ കൂടെ എന്റെ കൂടെ വാ. നമുക്ക് കേട്ടിട്ട് ചെന്ന് എത്തിച്ച മുതലാളി ഒരു കാര്യം പറയാം. മുതലാളി സമാധാനം ഉണ്ടാക്കുന്നേ. എന്നാ നീ ഇവിടെ പോടി മോളെ. അമ്മച്ചിക്ക് നടക്കാൻ വയ്യടി. പിന്നെയും പറഞ്ഞു വിട്ടോടി. ഇതിന്റെ വായിൽ എന്നാ ജോലി എടുത്ത് വെച്ചുകൂടെ? നീ പോടി പെണ്ണ. ഇക്കോയും കുഞ്ഞമ്മവും ആസ്പത്രിയിൽ വെച്ച് മരിച്ചുപോയെന്നാ കേട്ടത്. അയ്യോ, എന്റെ അപ്പച്ചൻ പാവമാണ്. എന്റെ അപ്പച്ചനെ രക്ഷിക്കണേ. വലിയ മുതലാളി വിചാരിച്ച ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ രാത്രി തന്നെ ഇങ്ങോട്ട് ഓടി വന്നത്. പക്ഷെ ജോയിയുടെ അപ്പച്ചൻ നാളെ തന്നെ വരത്തുള്ളൂ. അല്ലെങ്കിൽ തന്നെ കൊലക്കേസാണെങ്കിൽ എന്ത് ചെയ്യാനൊക്കെ? അയ്യോ, അങ്ങനെ പറയരുതേ. ഞങ്ങൾ പാവങ്ങളാണ്. എന്റെ അപ്പച്ചനില്ലെങ്കിൽ ഞങ്ങൾ എന്നാ ചെയ്യും? എടാ ജോയിയെ, എന്നാ അമ്മച്ചി? ഇവിടെ ഇപ്പോഴത്തെ ഇൻസ്പെക്ടറെ നമ്മുടെ തെക്കാക്കുന്നത്തെ ജോർജ് കുട്ടിയല്ലേ? അതെ അമ്മച്ചി. ആ, നീ പോയി ഈ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഇരിക്കുന്നു നമ്മൾ അന്വേഷിക്കും. എന്നിട്ട് കഴിയുമെങ്കിൽ തോമായ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുപോവാ. നേരെ ഒന്ന് വിളിക്കട്ടെ അമ്മച്ചി. ഈ രാത്രിയിൽ എന്നാ ചെയ്യാനാ? കൊച്ചു മുതലാളി, ഞങ്ങളുടെ അപ്പച്ചനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ. എന്തുകൊണ്ടോ എനിക്ക് നാട്ടിൽ നിൽക്കാൻ തോന്നുന്നില്ല. കല്യാണം നടക്കാതെ പോയത് കൊണ്ടാണെങ്കിൽ നീ വിഷമിക്കണ്ട. നിനക്ക് ഞങ്ങൾ വേറൊരു നല്ല പെണ്ണിനെ ഉണ്ടാക്കി തരാം. അതുപോലെ അതിനാരും ബുദ്ധിമുട്ടണ്ട. എനിക്കിനി കല്യാണമേ വേണ്ട. എന്ന് പറഞ്ഞാൽ ഒക്കുമോ മോനെ? നിനക്ക് മേരീനെ തന്നെ കെട്ടണം നിർബന്ധമാണെങ്കിൽ കെട്ടിക്കും. ഞങ്ങൾ ഇത് നിൽക്കുന്നില്ല. പക്ഷേ തോമ അതിന്റെ ഇടയിൽ ഒരു കുന്തറാണ്ടം ഉണ്ടാക്കി വെച്ചില്ലേ? കൊലക്കേസാണെങ്കിൽ ഇപ്പോഴെങ്ങും അവിടുന്ന് തല ഊരിക്കൊണ്ട് പോരാൻ നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തന്നെയല്ല, അപ്പം കൊലക്കേസ് പെട്ടി കിടക്കുമ്പോ മോള് കല്യാണത്തിന് സമ്മതിക്കോ? നീ ഇത് കുടിക്കടാ മോനെ.
വണ്ടി വന്നിറങ്ങണ തോമയല്ലേ?